അങ്ങനെ കാത്തിരുന്ന് ഒരു മാസത്തെ ഉണ്ണിയുടെ കഷ്ടപ്പാടിന് ശേഷം ആദ്യ കുർബാന സ്വീകരണം എത്തി. അങ്ങനെ ഇന്ന് ഉണ്ണിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിക്കേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാണ് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഉണ്ണി ഇത്രയും വലുതായി 5ാം ക്ലാസ്സിലേക്ക് എത്തി. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. 10 വയസ്സായ ഉണ്ണിയാണ് ഈ കാണുന്നത്. ഇന്നലെ ഉണ്ടായ പോലത്തെ ഒരു ഫീലിങ്സാണ് കേട്ടോ. എനിക്ക് ഇത്രയും വയസ്സായെന്നോ അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നേയില്ല. അപ്പോൾ അത്രയും ഭയങ്കരമായ സന്തോഷമുണ്ട് എൻ്റെ ഉണ്ണി ആദ്യ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഒരു മാലാഖയെ പോലെ ഒരുക്കുവാണ്. അപ്പം ഞാൻ തന്നെയാണ് ഒരുക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മളെ സാരിയൊക്കെ ഉടുത്തു, പിന്നെ ഉണ്ണീനെ അങ്ങനെ സെറ്റ് ചെയ്തു, പിന്നെ നമ്മളിവിടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ അങ്ങനെ മഠത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ബൊക്കയും ക്രൗണും ഒക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. നമുക്ക് പള്ളിയിൽ ഞായറാഴ്ച ആയതുകൊണ്ട് കുർബാനയൊക്കെ ഉണ്ട്. ആകെ 2 പിള്ളേർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോളി കമ്മ്യൂണിക്കേഷന്. അപ്പം ഈ ഉണ്ണിക്കും പിന്നെ കൂടെയുള്ള ഉണ്ണിയുടെ ഫ്രണ്ടിനും കൂടെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുർബാന സ്വീകരിക്കണം, ഈശോയെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആഗ്രഹമല്ലേ അങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കാം. പിന്നെ ഇവൾ ഹൈറ്റ് വെച്ച് പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ രാവിലെ തന്നെ എല്ലാവരും വെള്ളയും ഡ്രസ്സൊക്കെ എടുത്തിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു ഇങ്ങനെ വെള്ള ഇടണം എന്നൊക്കെയുള്ളത്. അപ്പോൾ അടുത്ത ആദ്യ കുർബാനയ്ക്ക് വേണ്ടി നമുക്ക് വേറെ കളർ ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായാലും വെള്ള തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ള സാരിയും ചേട്ടാ ഈ വെള്ള ഷർട്ടും മുണ്ടും എസക്കുട്ടൻ വെള്ള ജുബയും കുഞ്ഞാമി വെള്ള ഉടുപ്പും ഒക്കെ ഇട്ട് നമ്മൾ ഉണ്ണി ചേച്ചീനെയൊക്കെ ഒരുക്കി പെറുക്കി റെഡിയായി വേഗം മഠത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ണീനെ പഠിപ്പിച്ച സിസ്റ്റർമാരും മദർമാരും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയതായിട്ട് വന്ന സിസ്റ്റർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഉണ്ണീനെ അവിടെ ക്രൗണും ബൊക്കെയൊക്കെ എടുത്ത് തരുവാണ് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്ത്. ഇതാണ് കേട്ടോ എൻ്റെയും കുഞ്ഞാമിയുടെയും എസക്കുട്ടൻ്റെയൊക്കെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പം മദർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവരെ ചാപ്പലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് 2 കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് ഉണ്ണിയുടെ ഫ്രണ്ട് ജുവല്. അപ്പോൾ 2 പേരിനെ ഞാൻ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാനിതാ ഉണ്ണീനെ കൂട്ടി ഞാനിങ്ങനെ സെൽഫിയൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ മടത്തി നിന്നിട്ടാണ് ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുഞ്ഞാമീനെ അമ്മയുടെ കൂടെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്. 8 മണിക്കായിരുന്നു കുർബാന. 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ മഠത്തിലെത്തി ഒരുങ്ങി അവരെ ഒന്ന് പ്രാർത്ഥിപ്പിച്ച് മദർ ഇങ്ങനെ ഇറക്കി വിട്ടതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി നമ്മളെ ചേട്ടായി ഇവിടെ കൊണ്ടുവിട്ടിട്ട് പിന്നെ വീട്ടിലുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചേട്ടായി അങ്ങ് പോയി. പിന്നെ ഞങ്ങളിതാ ഒരുങ്ങി പെറുക്കി നമ്മൾ നേരെ പള്ളിയിലേക്ക് നടന്നു വന്നു കേട്ടോ. അപ്പം ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് എല്ലാവരും കുർബാനയ്ക്ക് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ 2 കൂട്ടർ മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. കുറേ പേരുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ അങ്ങ് ശ്രദ്ധിക്കത്തില്ലല്ലോ. ഇത് 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാനും ഐവി ചേച്ചിയും ഇങ്ങനെ ഉറക്കമൊന്നും ശരിയാവാത്ത കാരണം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ 2 അപ്പോൾ ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ കാഴ്ച വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാഴ്ചയൊക്കെ വെച്ചു. അങ്ങനെ ഇതാ ഉണ്ണി ബൈബിള് വായിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ണി ബൈബിള് വായിക്കണേ ജൂല് വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണി ബൈബിള് വായിക്കുമായിരുന്നു. എൻ്റെ മനസ്സിൽ കിടുകിടാന്നിങ്ങനെ എന്തോ ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ കൂടുമായിരുന്നു കേട്ടോ. നമ്മുടെ ഉണ്ണി ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് പേടിയൊന്നുമില്ല, പക്ഷേ എന്നാലും ആദ്യമായിട്ട് ബൈബിള് വായിക്കത്തില്ലേ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ നന്നായിട്ട് വായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. ഉണ്ണി ആദ്യ കുർബാന സ്വീകരിച്ചു. ആദ്യമായിട്ട് ഉണ്ണി ഈശോയെ സ്വീകരിച്ചു. അപ്പോൾ അവൾക്ക് കണ്ണൊക്കെ നിറഞ്ഞു എന്നാണ് പറഞ്ഞത് അവൾ. ഞാൻ പിന്നെ ഫീലിങ്സ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു അമ്മയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കൂട്ടരും കൂടെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർത്തി എല്ലാവരും കൂട്ടിപ്പെറുക്കി നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് ഫോട്ടോസ് എടുക്കുക കേട്ടോ. നമ്മൾ പള്ളിയിൽ നിന്ന് മാത്രം ഫോട്ടോസ് എടുക്കുന്നുള്ളൂ, വീട്ടിലേക്ക് ഫോട്ടോയൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് എല്ലാവരെയും നിർത്തിപ്പെറുക്കി ഫാമിലി ഫോട്ടോസും എല്ലാ ഫോട്ടോസൊക്കെ നമ്മൾ വന്നവരെയൊക്കെ കൂട്ടിപ്പെറുക്കി എടുത്തു. അങ്ങനെ ചെറുതായിട്ട് വലിയ ആർഭാടങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ഉണ്ണി നോക്കുമ്പം കുഞ്ഞാമി നോക്കില്ല, കുഞ്ഞാമി നോക്കുമ്പോൾ എസക്കുട്ടൻ നോക്കില്ല. ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ പപ്പയും മമ്മിയും എല്ലാം കൂടെ നിർത്തി നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ അമ്മേനെ ഒക്കെ കൂടെ കൂട്ടി അമ്മേനും പപ്പേനും നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും പപ്പയും ലിൻഡോയും നേരത്തെ തന്നെ ഫുഡ് വരുന്നു പറഞ്ഞ കാരണം അവരങ്ങ് വീട്ടിലേക്ക് ബൈക്കിനങ്ങ് പോയി. പിന്നെ അത് കാരണം അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒറ്റയ്ക്ക്. പിന്നെ വന്നവരെയൊക്കെ കൂട്ടി ഒരുമിച്ച് ഒറ്റ ഫോട്ടോയും എടുത്തു. അങ്ങനെ കുറച്ച് 2 ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ പിള്ളേരുടെ 3 പേരുടെയും കൂടെ ഫോട്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ 3 പേരെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ അങ്ങനെ ഫോട്ടോയൊക്കെ കുറച്ച് എടുത്തിട്ട് നമ്മൾ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് എത്തി, പിന്നെ ബിരിയാണി എത്തി, ഐസ്ക്രീം എത്തി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്തതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആൾക്കാരൊന്നും വരുന്നില്ലായിരുന്നു. നമ്മൾ 11:30 സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ നോക്കിയിരുന്ന് താമസിച്ചായിരുന്നു. നമ്മളെന്നാൽ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ
കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് ഉണ്ണി കട്ട് ചെയ്ത് കുഞ്ഞാമിയും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എസ്സുക്കുട്ടൻ അപ്പോഴത്തേക്കും ജുബ്ബയൊക്കെ ഇട്ട് അതിന് ചൂടൊക്കെ എടുത്തിട്ടാണ് തോന്നുന്നു കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ തലതൊട്ടപ്പേ മമ്മിയും പപ്പയും അവർക്ക് ആദ്യമേ കൊടുക്കുന്നു, പിന്നെ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മേനെയും പപ്പേനെയും നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല, പപ്പ എവിടെയോ പോയേക്കായിരുന്നു. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്കും ചേട്ടായിക്കും തന്നാണ്. അപ്പോൾ ആദ്യം എനിക്കിങ്ങനെ നീട്ടിയിട്ട് അവൾ വേഗം തന്നെ ചേട്ടായിയുടെ വായിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. അതാണ് കേട്ടോ അങ്ങനെ ചിരിക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു, ഞങ്ങളെല്ലാവരും കൊടുത്തു കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആൾക്കാരെല്ലാം വരാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആൾക്കാർ വന്നപ്പോഴത്തേക്കും പിന്നെ ബഹളമായിപ്പോയി. നമുക്കങ്ങനെ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പിള്ളേരൊക്കെ ഈ വീഡിയോയൊക്കെ എനിക്ക് എടുത്ത് തന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നലെ നമ്മൾ വീർപ്പിച്ച് വെച്ച ബലൂണും സെറ്റപ്പൊക്കെ കാണുന്നത് ചെറുതായിട്ടുള്ള സെറ്റിങ്സ് അങ്ങ് ചെയ്തു. അങ്ങനെ നമ്മളെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും സിസ്റ്റർമാരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡാൻസുകളൊക്കെ തുടങ്ങി. കുറേ നേരമായി പിള്ളേർക്ക് വിശക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളിതാ ഡ്രസ്സൊക്കെ ഇട്ട് ഉണ്ണിയുടെ ഒരു ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ജെറുസലേം നായിക എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം സോങ് ഒന്നും ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ, ഈ ഡാൻസ് മാത്രമേ കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കട്ടായി പോകുമല്ലോ. അപ്പോൾ അതാണ് അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വോയിസിൽ കൂടെ കുണുകുണാന്ന് പറയുന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി തന്നെ ഒരു ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ണി പഠിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ണി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാമിയും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞാമിയും കൂടെ കൂടുന്നുണ്ട് ഡാൻസിൽ. അങ്ങനെ കുഞ്ഞാമി പഠിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്നാലും കുഞ്ഞാമി ചുമ്മാ കളിച്ചോളാന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചേച്ചിയുടെ നോക്കി പെറുക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് അതിലൂടെ. എന്നിട്ട് കുഞ്ഞാമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. 5 വർഷം കഴിഞ്ഞ് കുഞ്ഞാമിയുടെ ആദ്യ കുർബാനയുടെ കാര്യമൊക്കെയാണ് കുഞ്ഞാമി ഈ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളെ. അപ്പോൾ അങ്ങനെ കുഞ്ഞാമിയും കൂടി ഒരു ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അവരാകെ മടുത്തു പോയെന്നുണ്ട്. ഒരു 3 ഡാൻസേ ഉണ്ടായിരുന്നുള്ളൂ ആകെ. പക്ഷേ എന്നാലും അവരിങ്ങനെ രാവിലെ പോയതല്ലേ, രാവിലെ 8 മണിക്കായിരുന്നു കുർബാന, 7 മണിയായപ്പോഴത്തേക്കും മഠത്തിലെത്തണമായിരുന്നു. പിന്നെ അതിന് മുന്നേ ഒരുങ്ങാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഞ്ഞാമി കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്. അവളുടെ നോക്കിയാണേലും ഉണ്ണി ചേച്ചിയുടെ കളിക്കുന്നത് നോക്കി അവൾ കളിക്കുന്നത്, എന്നാലും നല്ല രസമായിട്ട് അവൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്സുകൂട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെയും കണ്ട് ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, ഞാനിതിങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കളി കാണാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഒന്നും വന്നില്ല. വരാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം എല്ലാവരും വരുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിൽ എല്ലാവരും കൂടെ വന്ന് അവിടെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 1 മാസമായിട്ട് ഇങ്ങനെ കളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കും. അപ്പോൾ കുഞ്ഞാമിനോട് ഇങ്ങോട്ട് വാടി കളിക്കാൻ വാടി എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞാമി വരുമൊന്നുമില്ല. പിന്നെ കുഞ്ഞാമിക്ക് തോന്നുന്ന സമയത്ത് കുഞ്ഞാമി വന്ന് പഠിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യ കുർബാന ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഡാൻസ് ഞങ്ങൾക്ക് കളിക്കണമെന്ന് അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊരു ഡാൻസൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, ഇവരെയൊക്കെ കൂട്ടി എല്ലാ പിള്ളേരെയും കൂട്ടി ഇപ്പറക്കി കളിക്കണം എന്നൊക്കെ. പിന്നെ ഞാൻ എൻ്റെ വയ്യാത്ത കാരണം ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റത്തില്ല, നിങ്ങളങ്ങ് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ആ ഡാൻസ് അങ്ങ് വേണ്ടാന്ന് വെച്ചു. ഉണ്ണി പറയുമായിരുന്നു അപ്പായും അമ്മയും കൂടെ ഒരു ഡാൻസ് കളിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ഉണ്ണി ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ അപ്പായ്ക്ക് അതിനൊന്നും താല്പര്യമില്ല, എനിക്കാണെങ്കിൽ നല്ല താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സമയമൊന്നും കിട്ടാത്ത കാരണം ഞാൻ പിന്നെ എൻ്റെ ഡാൻസ് അങ്ങനെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പാട്ട്, പിന്നെ ഹലേ 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 ലുയ്യ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിനും കൂടിയാണ് കേട്ടോ ഇവർ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ കുഞ്ഞ് കുറച്ച് അവർ കളിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടതാണ്. ഇത് ഫുള്ള് ഡാൻസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സമയം അങ്ങ് പോവും. അത് കാരണം ചെറുതായിട്ടൊക്കെ അവരൊരു ഡാൻസൊക്കെ ഇങ്ങനെ കളിച്ചു. 2 പാട്ടാന്ന് തോന്നുന്നു അവർ കളിച്ചത്. 2-3 പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഡാൻസും കൂടി ഉണ്ട്. അങ്ങനെ 2 പാട്ടിനും കൂടെ അവർ ഡാൻസ് കളിച്ച് തകർത്തുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ആ വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അവിടെ നിന്ന് വരുന്നതായിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് അഭിനയിച്ച് തകർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മും അവളും കൂടെ ഒരു ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ വീടിൻ്റെ ഓണറാണ് കേട്ടോ, ഓണർ ചേച്ചി സോണിയ ചേച്ചിയുടെ മകളാണിത്. അപ്പോൾ അങ്ങനെ അമ്മും ഇവളും കൂടെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ കുറച്ച് 1 മണിക്കൂർ കണ്ട സമയം അവർക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒറ്റ മണിക്കൂറും കൊണ്ട് അവർ ഒപ്പിച്ചെടുത്ത ഡാൻസാണ് കേട്ടോ.
കേട്ടോ. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും അവർ നന്നായിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊരു സിനിമ ഫ്യൂഷൻ ഡാൻസ് പോലത്തെ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഡാൻസും കൂടെ കുളിച്ച് ഏകദേശം കളികളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പരിപാടിയാണ്. കുറേ പേർക്ക് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫുഡൊക്കെ എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മഠത്തിലേക്ക് എല്ലാവർക്കും ഉള്ളത് കൊടുക്കണം, പിന്നെ വീട്ടിലേക്ക് കൊടുക്കണം, പിന്നെ അടുത്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പേർക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അവരൊക്കെ കൊടുത്തു. പിന്നെ ഇതാ ഉണ്ണിയുടെ ഫ്രണ്ട്സാണ് കേട്ടതാ. ഈ ഫ്രണ്ടിനെ അറിയാമല്ലോ, മികയും ഇസയാണ് കേട്ടോ. മികനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മികയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. ഇവർ പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളില്ല എന്ന് പറഞ്ഞവർക്ക് കളിച്ച് തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം കൂടെ കുത്തിയിരുന്ന് ഗിഫ്റ്റ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് എല്ലാം കൂടി ഇരുന്ന് പൊളിച്ചെടുക്കുകയാണ്. എസ്കുട്ടനാണ് അതിൻ്റെ മുകളിൽ കൂടെ കയറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് അറിഞ്ഞിട്ട് വേണം ഇനി സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരിരുന്ന് എല്ലാം